1.5 പതിറ്റാണ്ടിലേറെയായി റൊണാൾഡോയുടെ ഹെയർ ഡ്രസ്സിംഗ് സ്ഥിരമായി ചെയ്തത് ഒരു ബാർബറാണ്. ക്രിസ്ത്യാനോ ലോകമറിയുന്ന ഫുട്ബോൾ താരമായെങ്കിലും ആദ്യം വാങ്ങിയ 50 യൂറോ തന്നെയാണ് പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോഴും അദ്ദേഹം വാങ്ങിയത്. ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള താരത്തിന്റെ രൂപം ഒരു ഫുട്ബോൾ പ്ലെയർ എന്നതിലുപരി ഒരു ബ്രാൻഡിംഗ് ആണല്ലേ. ഇപ്പൊ ചിലപ്പോ ഒരു ചെറിയ പിഴവ് പോലും വലിയ വാർത്തയായിരിക്കും. റോണോ ലീഗുകളൊക്കെ മാറിയാലും പോർച്ചുഗലിൽ ദേശീയ ടീമിനൊപ്പം ആയാലും കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും മുൻപെല്ലാം ഇതേ ബാർബറുടെ അടുത്തെത്തും. പല ദിവസങ്ങളിലും റോണോയുടെ പരിശീലനം വൈകിയാൽ അദ്ദേഹം മണിക്കൂറുകളോളം കാത്തിരിക്കും. ചിലപ്പോ രാത്രി വൈകിയാവും. എപ്പോഴായാലും ചിരിച്ച മുഖത്തോടെ ഒരു പരാതിയുമില്ലാതെ അദ്ദേഹം റൊണാൾഡോയുടെ ഹെയർ സ്റ്റൈല് സെറ്റ് ചെയ്യും. ഇപ്പൊ ഒരു ദിവസം ഈ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റോണോ എത്തുമ്പോ കാണുന്നത് ആ ബാർബർ ബസ്സിൽ അവിടേക്ക് വരുന്നതാണ്. അപ്പൊ കാര്യം തിരക്കിയപ്പോ തന്റെ കാറ് കേടായെന്നും അപ്പൊ ബസ്സിൽ വരുന്നു എന്നും പറഞ്ഞു. റോണോ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അടുത്ത ദിവസം റോണോ കാർ ഓടിച്ച് ബാർബറുടെ ഷോപ്പിലെത്തി. ഒരു പുതിയ ലേറ്റസ്റ്റ് മോഡൽ ലംബോർഗിനി കാറിൽ. എന്നിട്ട് ആ കാറിന്റെ കീ ആ ബാർബർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഇതാണ് നിങ്ങളുടെ വാഹനമെന്ന്. ആ പാവ മനുഷ്യൻ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഒരു കുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു. റോണോയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ഒരു വാക്കുപോലും പറയാൻ പറ്റുമായിരുന്നില്ല. അന്ന് റോണോ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്: വിശ്വസ്തത വലിയ പ്രതിഫലം അർഹിക്കുന്നു. നിങ്ങൾ എന്നോട് എക്കാലത്തും വിശ്വസ്തനായിരുന്നു, ഞാനും അങ്ങനെ തന്നെയാണ്. ഇന്നൊരു രാജാവിനെ പോലെ ആ ബാർബർ ജീവിക്കുകയാണ്. തന്റെ ക്ലയന്റുകളുടെ മുന്നിൽ തല ഉയർന്നു നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴും ആദ്യം വാങ്ങിയ ആ 50 യൂറോ മാത്രമാണ് റോണോയിൽ നിന്നും ഓരോ തവണയും ഹെയർ സെറ്റ് ചെയ്യുന്നതിന് ആ മനുഷ്യൻ വാങ്ങുന്നത്. പണവും പദവിയൊക്കെ ഭരിക്കുന്ന ഈ ലോകത്ത് മനുഷ്യബന്ധങ്ങൾക്കും വിശ്വസ്തതയ്ക്കും വലിയ വിലയുണ്ടെന്ന് റൊണാൾഡോ തെളിയിക്കുകയായിരുന്നു ഈ ഒരൊറ്റ സംഭവത്തിലൂടെ.